Hello guys, so welcome back to my portfolio reveal video. So last video നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിസംബർ 8 ആയിരുന്നു. സോ ഡിസംബർ 8 നമ്മൾ 2 years ഓൾഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ് നമ്മൾ റിവീൽ ചെയ്തത്. സോ ഇന്ന് നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് 2 years and 1 month ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ്. സോ ലാസ്റ്റ് വീഡിയോ വാസ് ഓൺ ഡിസംബർ 8 and 2024. Now today is January 6, 2025. സോ ജനുവരി 6 2025 നമ്മുടെ വീഡിയോ പോർട്ട്ഫോളിയോ ആണ് നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ബിഫോർ ദാറ്റ് ജസ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ലാസ്റ്റ് 1 month സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ്. സോ മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് ഡൗൺ ട്രെൻഡിലാണുള്ളത്. സോ ഒക്ടോബർ നവംബർ ഡിസംബർ 3 month ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലോസസ് തന്നെയാണ് നമ്മുടെ നിഫ്റ്റി മൊത്തത്തിലുള്ളത്. സോ നമ്മുടെ സ്റ്റോക്കും അങ്ങനെ വളരെ നെഗറ്റീവിലാണ് ഇപ്പോഴുള്ളത്. സോ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ലോങ് ജേർണിക്കിടയ്ക്ക് വി ഷുഡ് see a lot of up and downs. That's how the stock market is moving. So we just cannot avoid all those losses or something. It's not possible. It is never possible at all. So we have to see all of these losses and all, because this is a part of our journey. So I am not sad or hesitated to see my negative portfolio as well, because this is all part of our long journey. So our journey is just begin. So no worries. ഇപ്പോഴും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര ഡൗൺ ട്രെൻഡിലാണുള്ളത്. ഇന്നാണ് എക്സ്പെഷ്യലി കുറേയും കൂടെ ഡൗൺ ട്രെൻഡിലാണുള്ളത് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ് വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ. എക്സ്പെഷ്യലി സം വൈറസസ് ആർ കമ്മിങ് ഔട്ട്. സോ a lot of bad news are there. So that is how the stock market is performing in this last month. So very negative. Everything stock market is in the very negative zone, but these are some opportunities to buy more. But the only thing is like we don't have a lot of money to buy in this kind of dip time. So basically last 3 months ആയിട്ട് ഡിപ്പാണ്. പിന്നെ ഓരോ മന്ത് കൂടുമ്പോഴും ഡിപ്പ് ഇങ്ങനെ കൂടി വരുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. സോ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ഞാൻ ആദ്യം നമ്മുടെ ലാസ്റ്റ് മന്തിന്റെ പോർട്ട്ഫോളിയോ ഒന്ന് കാണിക്കും, അതിനുശേഷം നമ്മുടെ ഈ മാസത്തെ പോർട്ട്ഫോളിയോ കാണിക്കും. സോ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് മന്ത്, അതായത് ഡിസംബർ 8 ഷൂട്ട് ചെയ്ത വീഡിയോയിലെ പോർട്ട്ഫോളിയോയുടെ വാല്യൂസ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. സോ ഞാൻ ആ വീഡിയോയിൽ തന്നെയുള്ള ഒരു ടൈം പീരീഡ് പോസ് ചെയ്തിട്ട് കാണിച്ചേക്കുന്നതാണ്. സോ അന്ന് ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 12,45,000 rupees ആയിരുന്നു. അന്നത്തെ കറന്റ് വാല്യൂ 30,68,000 rupees ആയിരുന്നു. സോ ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ദിസ് ഈസ് ദ last month value. So now we can see our current value of the stock. So hello guys, so ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പോർട്ട്ഫോളിയോ സൈസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ മാസം 12,45,000 ആയിരുന്നു. ഇപ്പോൾ നമ്മളിത് 13,29,000. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 49 45 90 ആയപ്പോൾ 45 അപ്പം മൊത്തത്തിൽ എത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്? നമ്മൾ 45 ബാക്കോട്ട് അടിച്ചു കഴിഞ്ഞാൽ 35 25 അപ്പൊ 84,000 ഉണ്ടോ? 79,000 റൈറ്റ്? 79. അതായത് നമ്മൾ 84,000 രൂപ നമ്മൾ ഈ മാസം ഇൻവെസ്റ്റ് ചെയ്തു. കുറച്ച് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു, ബിക്കോസ് I don't really have this much of money to invest in a month. But എനിക്ക് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടിയതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ മാസം 10-11 IPOs ഉണ്ടായിരുന്നു. എവറിഥിങ് ഹാസ് ഗുഡ് GMP as well and good listing gain as well. So ആ 10-12 IPOസിൽ നമുക്ക് 2 IPOs കിട്ടി. സോ ഓരോ IPOയിൽ നിന്ന് നമുക്ക് ഒരു 6,000-6,500 രൂപയോളം കിട്ടി. സോ ഒരു 10-11,000 അല്ലെങ്കിൽ 12,000 രൂപയോളം നമുക്ക് IPOസിൽ നിന്ന് കിട്ടിയ ലാഭം കൂടി നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മ്യൂച്വൽ ഫണ്ട് കുറച്ച് എമൗണ്ട് ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് നമുക്കൊരു 3,000, 4,000, 5,000 രൂപ ലാഭം കിട്ടി. സോ അങ്ങനെയാണ് നമുക്ക് ഒരു 15,000 രൂപയോളം നമുക്ക് അഡീഷണലി നമുക്ക് ഈ മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. സോ ദാറ്റ് ഈസ് ഹൗ വി ഇൻവെസ്റ്റഡ് 84,000. സോ ഈ മാസവും ഒരു 3-4 IPOs വരുന്നുണ്ട്. സോ ഇഫ് വി ആർ ഏബിൾ ടു ഗെറ്റ് എനി ഓഫ് ദീസ് IPOs then we can add at least 5,000 rupees from an IPO. So that's a luck, purely luck matters. So എങ്ങനെയാണ് IPO ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്, if you have any more doubt, you can, I have made a separate video about IPOs and all.
So you can search in my channel and see if you want it, because it is very easy money. This is just we are just playing with our luck. If we are lucky, then we can get this money. It's purely based on luck. IPOs are allotted based on luck only, because this is a lottery. ഇത് മീൻസ് ലോട്ടറി എന്ന് ചുമ്മാ പറഞ്ഞാൽ ഇത് ലോട്ടാണ്. ലോട്ടറി സിസ്റ്റത്തിലാണ് നമ്മൾ IPO ഒരാൾക്ക് അലോക്കേറ്റഡ് ആകുന്നതും അലോക്കേറ്റ് ആകാതിരിക്കുന്നത്. സോ നമുക്ക് ചുമ്മാ ഒരു 14,000 രൂപ വേണ്ടി നമ്മുടെ ലെക്ക് ടെസ്റ്റ് ചെയ്യുന്നതാണ് പ്രശ്നം. സോ എവരി വൺ ക്യാൻ just test your luck, and if you're lucky, then you can get some money without doing anything. ജസ്റ്റ് ഒരു 14,000 ഒരു 3-4 ദിവസത്തേക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കണം മാത്രമേ ഉള്ളൂ. മണി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോലും ഡെബിറ്റ് ആയി പോകുന്നില്ല. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ബ്ലോക്ക്ഡ് our money. So everyone can invest in IPOs and get some money from that. സോ നമ്മുടെ മൊത്തം ലാഭത്തിൽ ഓർ നമ്മുടെ പ്രസന്റ് വാല്യൂവിൽ വലിയ മാറ്റം വന്നിട്ടില്ല, ബിക്കോസ് മാർക്കറ്റ് ഈസ് ഇൻ ദ വെരി നെഗറ്റീവ് വേ. മാർക്കറ്റ് ഭയങ്കര നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ പ്രസന്റ് വാല്യൂ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെക്കാളും കുറച്ച് കുറവായിരുന്നു. സോ ലാസ്റ്റ് തവണ നമ്മൾ കാണിച്ചത് നമ്മുടെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 13,68,000 രൂപയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 13,60,000 രൂപയിലേക്ക് അത് കുറഞ്ഞു. ഈവൻ ഇഫ് വി ഇൻവെസ്റ്റഡ് 84,000 നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 8,000 രൂപ കുറവാണ്. ബിക്കോസ് ലാസ്റ്റ് മന്ത് വി ഹാഡ് അൺറിയലിസ്ഡ് PNL ഓഫ് 1,23,000 ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ജസ്റ്റ് നമ്മുടെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 30,000 രൂപയാണ്. സോ ദിസ് മച്ച് ഓഫ് അൺസ്റ്റേബിൾ ഈസ് അവർ പോർട്ട്ഫോളിയോ. നമ്മുടെ പോർട്ട്ഫോളിയോ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര അൺസ്റ്റേബിൾ ആൻഡ് ഇൻസെക്യൂർ ആണ് ഫോർ ഷോർട്ട് ടേം എന്ന് പറയുന്നത്. സോ വി ഷുഡ് ബി വെരി മച്ച് അണ്ടർസ്റ്റാൻഡ് ഇങ്ങനെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ പ്ലേ ചെയ്യുന്നത്. ഇറ്റ്സ് വെരി നമ്മൾ ഹൈ റിസ്ക് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മുടെ സ്റ്റോക്സ് ഒന്നും ഇങ്ങനെ നിഫ്റ്റി ബീസ് ഓർ ETFs ഒന്നും അല്ല, നമ്മൾ ഫുള്ളി ഇക്വിറ്റി സ്റ്റോക്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ it's kind of risk, but since we are invested in some, what can I say, fundamentally strong company, it's okay to see this kind of thing. So it's not very much risky, I could say, for the long term. For the short term, it's definitely risky. So again, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ സ്റ്റോക്കിലൂടെ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിപ്പോയി നോക്കാം ഏതൊക്കെയാണ് നമ്മൾ ഒരു സ്റ്റോക്ക് പുതിയതായിട്ട് ഈ മാസം ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ സ്റ്റോക്ക് ഏതാണെന്ന് നമുക്കറിയാം. ബാക്കി സ്റ്റോക്കിലെ നമ്മുടെ ഇതും കൂടെ നോക്കാം. സോ നമുക്ക് പതുക്കെ താഴേക്ക് പോയി നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തൊട്ട് നമുക്ക് അനലൈസിങ് തുടങ്ങാം. ഓക്കെ, 5 പൈസ. സോ ഫസ്റ്റ് സ്റ്റോക്ക് ഇൻ അവർ പോർട്ട്ഫോളിയോ ഇസ് 5 പൈസ. ലാഭം കിട്ടിയാൽ വിൽക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു, ബട്ട് നഷ്ടങ്ങളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വിൽപ്പന നടക്കാതിരിക്കുന്നു. ബന്ധൻ ബാങ്ക്സ് സെയിം സിറ്റുവേഷൻ. ലാഭം കിട്ടിയാൽ വിൽക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ലാഭം കിട്ടാത്തതുകൊണ്ട് നമ്മൾ വിൽക്കാതിരിക്കുന്നു. അടുത്താണ് CG പവർ. CG പവർ നമ്മൾ ലാസ്റ്റ് മന്ത് മാത്രം ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിരുന്നു. അതിനകത്ത് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 21,000 rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മന്ത് അല്ല, നവംബറിൽ ലാസ്റ്റ് വീക്ക് എങ്ങനെയാണ് ഇതിനകത്ത് പതുക്കെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയത്. CG പവർ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലെ ഒരു മാർക്കറ്റ് ലീഡർ ആണ്. സോ ഇറ്റ്സ് എ ഗുഡ് സ്റ്റോക്ക് ഫോർ ദ ലോങ് ടേം. നെക്സ്റ്റ് വൺ ഈസ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കുറച്ച് ലാഭം കിട്ടിയാൽ വിൽക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. നമ്മൾ 10,000 രൂപയോളം അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5,000 രൂപയോളം ഇപ്പം വിറ്റു. ഇപ്പോഴും 14% ലാഭത്തിലാണ്. പക്ഷേ അത് 25% ലാഭത്തിൽ കണ്ടുകൊണ്ട് കുറച്ചാൾ ഇരുന്നിട്ട് ഞാൻ വിൽക്കാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും അതിനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് കുറച്ചുകൂടി ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഐ വിൽ സെൽ ദാറ്റ് ആസ് വെൽ. പിന്നെ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് സെക്ടർ എന്നുള്ള പുതിയ സ്റ്റോക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് EMS ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റോക്ക്. സോ ദിസ് സ്റ്റോക്ക് ഈസ് ഫ്രം ദ വാട്ടർ ട്രീറ്റ്മെന്റ് സെക്ടർ. വാട്ടറിന്റെ പ്യൂരിഫിക്കേഷനും അതിൻ്റെ ഇംപ്ലിമെന്റേഷനും ഒക്കെ ഇത് ഇന്ത്യയിലെ ഒരു വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെക്ടർ ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ EMS ലിമിറ്റഡിനെ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തത്. സോ as far as my studies, water treatment sector is going to boom in the coming years in India. So ആ സെക്ടറിൽ ഒരു 3-4 കമ്പനീസ് ഉണ്ട്. So all these companies are extremely good, but I choose one of that company since we cannot afford every company, so right. So from that sector, as part of our diversification of portfolio, I have added EMS Limited to my portfolio, which ഞാനിപ്പോൾ ആകെ ഒരു 5 സ്റ്റോക്ക് മേടിച്ചിട്ടുള്ളൂ. സോ ഇൻ ദ കമ്മിങ് ഡേയ്സ് ഐ വിൽ ബൈ മോർ സ്റ്റോക്സ് ആൻഡ് ഹോപ്പ്. ഇനി നെഗറ്റീവിലേക്ക് ആയിട്ടുണ്ട്, സോ നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം. നെക്സ്റ്റ് വൺ ഈസ് അവർ IDFC First Bank. Going negative, but it's fully on long-term perspective, so no worries. But let us start. But yeah, we are holding it. Next one is Indigo Paint. Paint industry, buildings കൂടുന്നു, പെയിന്റിന് ഉപയോഗം കൂടുന്നു, ഇന്ത്യയിൽ പെയിന്റ് ഇൻഡസ്ട്രി വളരുന്നു എന്നുള്ള കൺസംഷൻ മേടിച്ചേക്കുന്ന നമ്മുടെ ഇൻഡിഗോ പെയിന്റ്സ് ഇപ്പോൾ നഷ്ടത്തിലാണുള്ളത്. സോ we can buy it. It's good time to buy, but yeah, it's in the negative as well. Then IOC, our
IUC നമ്മുടെ ഫേവറേറ്റ് ആണ്, ഏറ്റവും ഫേവറേറ്റ് സ്റ്റോക്കുള്ള IUC നഷ്ടത്തിലാണുള്ളത്, പക്ഷേ ഐ വിൽ കീപ് ബൈയിങ് ഇറ്റ്. ആൻഡ് ജിയോ ഫിനാൻസ് നമ്മുടെ അതും ഒരു സൂപ്പർ കമ്പനിയായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചേക്കുന്ന കമ്പനിയാണ്. നമ്മളതും ലോങ് ടേം വ്യൂയിലേക്ക് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഇപ്പോൾ 10%, 15% നഷ്ടത്തിലാണ്, ബട്ട് വിൽ കീപ് ബൈയിങ് ഇറ്റ്. ബട്ട് ജിയോഫിനൊക്കെ ഞാൻ കുറച്ചൊന്ന് പോസ് ചെയ്തേക്കുവാണ്, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി 50,000 മോർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. സോ ഇനി അതിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറച്ചായിരിക്കും, ബിക്കോസ് വി ഹാവ് ഐഡന്റിഫൈഡ് ഓർ വി ഹാവ് സ്റ്റാർട്ടഡ് അക്കോമഡേറ്റിംഗ് സം അതർ കമ്പനീസ് ലൈക്ക് EMS ആൻഡ് CG Power, like that company. So we will be more focusing on investing in those companies, because all this ജിയോഫിൻ ആണെങ്കിലും IOCയിലൊക്കെ നമ്മളിപ്പം 10,90,000 ഒക്കെ ആയി. സോ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്ത് വരുവാണ്. പിന്നെ ഇത് നെറോലാക് പെയിൻസ് ആയിരുന്നു, ഇത് ലാഭം കിട്ടിയ വിൽക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്, പക്ഷെ ലാഭം കിട്ടാത്തതുകൊണ്ട് വിൽപ്പന നടക്കുന്നില്ല. പിന്നെ നമ്മുടെ LIC നമ്മൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂല് ഹോൾഡ് ചെയ്യുന്നതും സ്ട്രോങ് ആയിട്ട് ബൈ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നതായിട്ടുള്ള സ്റ്റോക്കാണ്. അതും നമ്മളിങ്ങനെ പതുക്കെ സ്റ്റോപ്പ് ചെയ്തേക്കാണ് അതിന്റെ ബൈങ്, ബിക്കോസ് ഓൾറെഡി 50,000 ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്, വേറെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടല്ല. പിന്നെ മാക്സ് ഹെൽത്ത് നമ്മൾ ഒറ്റയെണ്ണം മേടിച്ച് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, പക്ഷെ അതിനുശേഷം അതിങ്ങനെ 10% കയറി ഇരിക്കുന്നതുകൊണ്ട് ഞാനിത് പിന്നെ മേടിക്കൽ എനിക്ക് നടന്നില്ല. സോ അത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഞാനിത് മേടിക്കുള്ളൂ. ബട്ട് ലോങ് ടേം വ്യൂല് നമുക്ക് മേടിക്കാവുന്നതാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നിന്ന്. സിൻസ് നിഫ്റ്റി ഈസ് ഓൾറെഡി ഗോയിങ് ഡൗൺ, സോ ഐ എം വെയിറ്റിംഗ് ഫോർ സം മോർ ടൈം ടു ഇൻവെസ്റ്റ് ടു ആഡ് മോർ സ്റ്റോക്സ് ഇൻ ദിസ് മാക്സ് ഹെൽത്ത്. പിന്നെ നാപ്റ്റോ ഫാർമ ഇതും നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ മാസം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. വിൽ കീപ് ബൈയിങ് ദിസ് ആസ് വെൽ. ഇറ്റ്സ് എ ഗുഡ് സ്റ്റോക്ക് from the pharmaceutical industry. Then NCC, this is from the construction industry. This is also we have added in the last month as part of our diversification. So this is also in the very lows today. I think today ഇത് 5% താന്നതുകൊണ്ടാണ് ഇത്രയും ലോസിൽ ഇപ്പം കാണിച്ചത്, ബിക്കോസ് മാർക്കറ്റ് ഈസ് ലൈവ് നൗ. സോ അതും ഇങ്ങനെ നെഗറ്റീവിലാണ്, ബട്ട് വി വിൽ ബി കീപ് ആഡിങ് സ്റ്റോക്സ് ഫ്രം ടു ദിസ് ആസ് വെൽ, ബിക്കോസ് ഇതൊക്കെ നമുക്ക് 18,000 ഒക്കെ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇതെല്ലാം. സോ ഇതെല്ലാം 50,000 ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനി പുതിയ സ്റ്റോക്സ് ഒക്കെ മേടിച്ചു തുടങ്ങുള്ളൂ. സോ NHPC is also we have added as part of our diversification last month. So we'll keep adding it. ഇതെല്ലാം ഫണ്ടമെന്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതും ഗ്രേറ്റ് സ്റ്റോക്സ് ആണ്. ഇത് ഫുള്ളി കോൺഫിഡന്റ് ആണ്. പിന്നെ NTPC നമ്മൾ പറഞ്ഞായിരുന്നു, ഞാനൊരു IPOക്ക് വേണ്ടിയിട്ട് നേരത്തെ മേടിച്ചു വെച്ചായിരുന്നു, പക്ഷേ അതെല്ലാം വേസ്റ്റ് ആയി പോയി. ബട്ട് ഒറ്റ ഒരു സ്റ്റോക്ക് എൻ്റെ കയ്യിലുള്ളൂ. സോ നഷ്ടത്തിലുള്ളതുകൊണ്ട് ഞാനത് വിൽക്കുന്നില്ല എന്ന് മാത്രം. Then Power Grid also ലാഭം കിട്ടിക്കഴിഞ്ഞാൽ വിൽക്കും. ഇറ്റ്സ് നോട്ട് ഫോർ ലോങ് ടൈം, ബട്ട് ഇറ്റ്സ് എ ഗുഡ് കമ്പനി ഫോർ ദ ലോങ് ടൈം ആസ് വെൽ. പിന്നെ പ്രീകോൾ ആണെങ്കിൽ കുറച്ച് ലാഭം നമ്മുടെ ഹോപ്പ്ഫുള്ളി കാണിച്ചു. കുറേ നാളായിട്ട് ഞാനിങ്ങനെ എപ്പോഴും ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം പ്രീകോളിനെ പറ്റി കുറേ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രീകോൾ നല്ല കമ്പനിയാണ്, കുറച്ച് ലാഭം കണ്ടു. പക്ഷെ നമ്മൾ ഭയങ്കര ലോങ് ടൈമിലേക്ക് മേടിച്ച കമ്പനി അല്ലാത്തതുകൊണ്ട് നമ്മളത് പതുക്കെ സെല് ചെയ്ത് തുടങ്ങി. സോ 32,000 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പതുക്കെ 5,000, 6,000 ഒക്കെ വെച്ച് ഇങ്ങനെ പിൻവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ വെരി മച്ച് ഫേവറേറ്റ് സ്റ്റോക്ക് RVNL ഈസ് ഗോയിങ് ഡൗൺ, ബട്ട് ഓവറോൾ ഇപ്പോഴും എനിക്ക് പോസിറ്റീവ് ആണ്, ബിക്കോസ് ഐ ഹാവ് ഐഡന്റിഫൈഡ് ദിസ് സ്റ്റോക്ക്. ഇതിന് 60 രൂപ എളുപ്പത്തിൽ ഞാൻ RVNL മേടിക്കാൻ തുടങ്ങിയതാണ്. സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് സ്റ്റിൽ ഷോയിങ് പോസിറ്റീവ്, ബട്ട് ഇറ്റ്സ് ഗോയിങ് ഡൗൺ ഇൻ ദിസ് റീസെന്റ് ഫാൾ. സോ വിൽ കീപ് ബൈയിങ് ഇറ്റ് മോർ. പിന്നെ സമ്മാൻ ക്യാപിറ്റൽ, ദിസ് ഈസ് ഓൾസോ പോസ്റ്റ് സിറ്റുവേഷൻ ആണുള്ളത്, ബട്ട് ലോങ് ടൈം വ്യൂവിലാണ് വിൽ ഹോൾഡ് ഇറ്റ്. പിന്നെ SBI കാർഡ് ഈസ് ഓൾസോ കറന്റ് ഐ ഹാവ് ചേഞ്ച്ഡ് മൈ മൈൻഡ് ടുവേഴ്സ് SBI കാർഡ്, ബിക്കോസ് SBI കാർഡ് ഈസ് ക്രെഡിറ്റ് കാർഡിലെ ഒരു കിങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് SBI കാർഡ്. സോ ഭാവിയിൽ Indians will start to use more credit cards, so that this company will get all these benefits. So long term will I will buy this stock. Basically അതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. സോ കറന്റ് ഇത് കുറച്ച് പോസിറ്റീവ് കാണിക്കുമ്പോൾ തന്നെ ഞാൻ വിൽക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ ലിറ്റിൽ ബിറ്റ് മോർ അനാലിസിസ് ഐ ഫീൽ ലൈക്ക് we can hold it. Then Tata Motors ഡെഫിനറ്റ്ലി നമ്മൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. ഇപ്പോൾ കുറച്ച് ലാഭം കാണിച്ചിട്ടുണ്ട്, കഴിഞ്ഞ മാസങ്ങളിൽ നഷ്ടത്തിലായിരുന്നു. ടാറ്റ പവർ അഗെയിൻ ലോങ് ടൈം വ്യൂ, ഇഷ്ടം പോലെ ബൈ ചെയ്യാന്ന് മാത്രമേ പറയാനുള്ളൂ ടാറ്റ പവറിനെ പറ്റിയൊക്കെ, ബിക്കോസ് ഇറ്റ്സ് എ സൂപ്പർ സ്റ്റോക്ക്. ഞാൻ ടാറ്റ സ്റ്റീൽ അഗെയിൻ, ടാറ്റ സ്റ്റീലിനെ കുറിച്ച് നമുക്ക് കുറച്ച് നെഗറ്റീവ് ഉണ്ടെങ്കിലും, ബട്ട് ഇറ്റ്സ് കമ്മിങ് ഡൗൺ, സോ വി കെൻ ബൈ ഇറ്റ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ആഡ് അറ്റ്ലീസ്റ്റ് കറന്റ്ലി ഇറ്റ് ഈസ് 44,000 only. I would like to add it to 50,000ലേക്ക് എത്തിച്ച് നിർത്താനാണ് ഞാൻ പ്ലാൻ ഇടുന്നത്. Then Ujjivan Small Finance Bank, oh my god, നഷ്ടങ്ങളിലേക്ക് മാത്രം. But still everyone, or still I believe that it's fundamentally it's good. So I'm holding with some tears in my eyes. Then Union Bank, oh my god, Union Bank is my in another headache. It's also going down in the almost 7% ഇത് down ആയിട്ടുണ്ട്. So but in long term it will be good, but still it's a headache for me. These two stocks is really a headache for me. Yeah, Ujjivan and Union, it's very headache for me.
Then നമ്മുടെ Wipro, I'm just holding it. I just forget about this Wipro stock. I just forget it because it's let it be there and let it grow. I'm not looking on it because 50,000 ആയി പോസിറ്റീവ് ആണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ബാക്കി നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇത് കാണുന്നതല്ല. മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മൾ പതിവ് പോലെ നമ്മുടെ SIPs ആർ ഗോയിങ് ഓൺ. ഇത് ഞാൻ കെയർ ചെയ്യുന്നതില്ല. ഞാൻ കഴിഞ്ഞ മാസമാണ് ഞാൻ ഇതിനകത്ത് നിന്നാണ് കുറച്ച് ഫണ്ട് എടുത്ത് വിറ്റത്. കാനറ ബൊക്കെ ഇക്വിറ്റി ബ്ലൂ ചിപ്പ് ഫണ്ടിൽ നിന്ന് കുറച്ച് ഫണ്ട് എടുത്ത് വിറ്റ് ഞാൻ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ പുതിയതായിട്ട് വാട്ടർ ട്രീറ്റ്മെന്റിൽ നിന്ന് ഒരു സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ മാസത്തെ പ്രത്യേകത. സോ കറന്റ് 30 lakhs 29 rupees. സോ ഈ മന്തിൽ നമുക്ക് വലിയായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ലെറ്റ്സ് സീ. സോ മാർക്കറ്റ് ഫുൾ ഡൗൺ ട്രെൻഡിലാണുള്ളത്. സോ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശുള്ളവരെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒന്നും പേടിക്കാനില്ല. ഭാവിയിൽ ഇറ്റ് വിൽ ബൗൺസ് ബാക്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗുഡ് ട്രെൻഡ് ആസ് വെൽ. ഇപ്പം കുറേ നെഗറ്റീവ്സ്, കുറേ വൈറസ് ആൻഡ് ഓൾ വരുന്നതുകൊണ്ടാണ്. സോ ഇതൊക്കെ കുറച്ച് വരട്ടെ, നമുക്ക് മേടിക്കാം. നമുക്ക് കാശുള്ള ഈ സമയത്ത് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇനീഷ്യൽ ഇയേഴ്സിലൊക്കെ സത്യം പറഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ പോകുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. സോ ഐ ബിലീവ് ഇൻ എ വെരി മച്ച് പോസിറ്റീവ്. ബട്ട് നമ്മൾ ഷോർട്ട് ടൈമിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴാണ് ഓഫ് മാർക്കറ്റ് പോകുന്നത്, നമ്മുടെ അടുത്ത കാശ് കുറയുന്നു എന്നൊക്കെ കാണുന്നത്. പക്ഷെ ഫണ്ടമെന്റലി നല്ല കമ്പനീസ് ഇങ്ങനെ മാർക്കറ്റ് കുറച്ച് ക്രാഷൊക്കെ വന്ന് നമുക്ക് താഴെ നിന്ന് മാക്സിമം നമ്മൾ മേടിച്ച് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോഴാണ് ഇതിൽ പെട്ടെന്ന് ഇതങ്ങോട്ട് ഒരു 50%, 20-30% വെച്ചൊക്കെ ഇങ്ങനെ കൂടാൻ വേണ്ടി തുടങ്ങുന്നത്. സോ ആ കൂടുതൽ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ആയി കഴിയുമ്പോൾ വിത്തിൻ 1 or 2 months ഒക്കെ അങ്ങ് പെട്ടെന്ന് ഇതങ്ങോട്ട് കയറും. So that is what our past stock market history is talking about. So we believe in that. So yeah, for market കയറുന്നതും കുറയുന്നതും എല്ലാം നെഗറ്റീവ്സും പോസിറ്റീവ് ഉണ്ട്. സോ വെൻ it is going down, then we have to focus on the positive matters, right? So അതുകൊണ്ടാണ് ഞാൻ പോസിറ്റീവിനകത്തേക്ക് ഇപ്പം ഫോക്കസ് ചെയ്യുന്നത്. സോ we should be a positive thinker, we should be a positive mindset person, right? So that was a quick motivation. Stay positive and stay healthy, and I wish you a very happy new year as well, because last week new year ആയിരുന്നു. And also I wish a very happy investing year ahead of you. This 2025 നമുക്ക് മാക്സിമം ഒരു നല്ലൊരു ഇൻവെസ്റ്റിംഗ് ഇയർ ആയി മാറട്ടെ. And also we will see on February 1st week again by updating the portfolio. And I'm saying one more thing, this is all just for tracking purpose. ഇതിപ്പോ ഈ വീഡിയോ ആര് കണ്ടില്ലെങ്കിലും after 5 years I can see my video by myself. So this is just for recording all the things in the cloud. So thank you very much, and invest maximum in this month and keep investing, and this Indian stock market will go up and up in the coming years. Thank you very much for watching this video. Bye bye.